പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വസതിയിൽ ഇ ഡി പരിശോധന. പാർത്ഥ ചാറ്റർജിയുടെ വസതിയിലാണ് ഇ ഡി പരിശോധന. അധ്യാപക നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി നടപടി. നോബൽ മാരിക്കാരനുണ്ട് വിവരങ്ങൾ നൽകാൻ. നോബൽ, ഈ പരിശോധന എപ്പോഴാണ് ആരംഭിച്ചത്? ഇതിനോടകം തന്നെ വലിയ മുൻപൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള മുൻപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഇ ഡി പരിശോധനയുമൊക്കെ എതിരെ തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വരുന്നൊക്കെ കണ്ടതാണ്. ഈ സമയം ഇപ്പോൾ നടക്കുന്ന പരിശോധന വെച്ചു. സുധി, പശ്ചിമബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും കേന്ദ്ര ഏജൻസികൾ പശ്ചിമബംഗാളിൽ TMC നേതാക്കളെ വട്ടമിട്ട് പറക്കുന്നു എന്ന വിമർശനമാണ് ഉയർന്നത്. അതിനിടെയാണ് ഇപ്പോൾ പാർത്ഥ ചാറ്റർജി, TMCയുടെ നേതാവാണ്, തൃണമൂൽ കോൺഗ്രസ് നേതാവാണ്, അദ്ദേഹത്തിന്റെ വസതിയിലടക്കം ഇഡിയുടെ പരിശോധന നടന്നിരിക്കുന്നത്. നേരത്തെ പശ്ചിമബംഗാൾ സർക്കാരിനെ വളരെയധികം പ്രതിരോധത്തിൽ ആക്കിയതാണ് അധ്യാപക അഴിമതി. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് പലരും നേരത്തെ അറസ്റ്റായിരുന്നു. പാർത്ഥ ചാറ്റർജി അടക്കമുള്ള ആളുകൾ ഈ കേസിൽ പ്രതികളുമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളപ്പണം വെളുപ്പിൽ അടക്കമുള്ള കാര്യമാണ് ഇഡി അന്വേഷിക്കുന്നത്. ഇപ്പോൾ ആ കേസിലാണ് ഇന്ന് പാർത്ഥ ചാറ്റർജിയുടെ വസതിയിൽ, കൊൽക്കത്തയിലെ വസതിയിൽ അടക്കം ഇഡി പരിശോധന നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് സമയം ആയതുകൊണ്ട് തന്നെ ഈ വിഷയമൊക്കെ സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ നീക്കത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. ഇത് രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമാണ് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആരോപണം ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാർത്ഥ ചാറ്റർജിയെ ചോദ്യം ചെയ്യലിൽ വിളിച്ചുകൊണ്ട് ഇഡി നേരത്തെ 3 സമൻസ് നൽകിയിരുന്നു, നോട്ടീസുകൾ നൽകിയിരുന്നു. ആ നോട്ടീസുകൾക്കൊന്നും മറുപടി നൽകുകയോ അല്ലെങ്കിൽ അത് ഹാജരാകുകയോ ചെയ്യാത്ത പശ്ചാത്തലമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു പരിശോധന നടത്തിയത് എന്നാണ് ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും TMC അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. TMC വ്യക്തമാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടുകയാണ്. ഇത് പശ്ചിമ ബംഗാളിനെതിരെ നടത്തുന്ന ആക്രമണമാണ് എന്നാണ് TMC നേതാക്കൾ പ്രതികരിക്കുന്നത്. എന്താണെങ്കിലും ഒരു രാഷ്ട്രീയ വിവാദമായി ഈ തെരഞ്ഞെടുപ്പിൽ കൊഴുക്കും, അത്തരത്തിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇത് BJP തൃണമൂൽ കോൺഗ്രസിനെതിരെ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാണിക്കാൻ ഒരു വിഷയമായി ഈ അധ്യാപക നിയമന അഴിമതി കാണിക്കുമ്പോൾ TMC ആകട്ടെ, TMC നേതാക്കളെ ഇത്തരത്തിൽ ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വേട്ടയാടുക എന്ന വിവരമാണ് പറയുന്നത്. വ്യക്തമാണ്. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.